ശക്തിവേൽ എന്നു പേരുള്ള ഒരു ഗ്യാങ് ലീഡറുണ്ടായിരുന്നു. ഭയങ്കര ആളായിരുന്നു പുള്ളി. വർഷങ്ങളായി മാണിക്യം, സദാനന്ദ് എന്നൊക്കെ പറഞ്ഞ് കുറെ എതിരാളികളുണ്ടായിരുന്നു. ഒരു ദിവസം ഇവരൊക്കെ ഒരു ഒത്തുതീർപ്പിനുവേണ്ടി കൂടി. പക്ഷേ സദാനന്ദ് ഒരു ചതിയനായിരുന്നു. അവൻ പോലീസുമായി ചേർന്ന് അവിടെ ഒരു വെടിവെപ്പ് അങ്ങ് അഴിച്ചുവിട്ടു. ആ വെടിവെപ്പിനിടയിൽ ഒരു പത്രം കൊടുക്കുന്ന പാവം മനുഷ്യൻ കൊല്ലപ്പെട്ടു. അയാളുടെ മക്കളായ അമരനും ചന്ദ്രയും അന്ന് പിരിഞ്ഞുപോയി. അമരൻ തന്നെ ആ വെടിവെപ്പിൽ രക്ഷിച്ചു എന്ന് വിശ്വസിച്ച് ശക്തിവേൽ ആ കുട്ടിയെ സ്വന്തം മകനെപ്പോലെ വളർത്തി. ചന്ദ്രയെ കണ്ടെത്താമെന്നും അവന് വാക്കുകൊടുത്തു. കാലം കുറെ കഴിഞ്ഞു. ഏകദേശം 2016 ആയപ്പോൾ മാണിക്യത്തിന്റെ മകൾ ശാന്തി ആത്മഹത്യ ചെയ്തു. സദാനന്ദിന്റെ അനന്തരവൻ രൺവിജയ് ചതിച്ചതായിരുന്നു കാരണം. ഇതിന് പ്രതികാരമായി അമരൻ രൺവിജയെ പിടിച്ചു. ശക്തിവേൽ അവനെ തീർത്തു. ഇതോടെ ശക്തിവേൽ ജയിലിലായി. സാമ്രാജ്യം അമരന്റെ കയ്യിലായി. ജയിലിൽ നിന്ന് തിരിച്ചുവന്ന ശക്തിവേൽ കണ്ടത് മാറിമറിഞ്ഞ ലോകമാണ്. അമരൻ വലിയ നേതാവായി മാറിയിരിക്കുന്നു. ശക്തിവേലിന് അതൊരു ചെറിയ പേടിയായി. എങ്കിലും തന്റെ മകൾ മങ്കയും കൂട്ടാളിയുടെ മകൻ നാഗയും തമ്മിലുള്ള ഇഷ്ടം അവൻ അംഗീകരിച്ച് കല്യാണമുറപ്പിച്ചു. കല്യാണച്ചടങ്ങിനിടെയാണ് ശക്തിവേലിന് കാര്യങ്ങൾ മനസ്സിലായത്. എല്ലാവരും അമരനെയാണ് നേതാവായി കാണുന്നത്. അമരൻ തന്നെ ചതിക്കുമോ എന്ന് അവൻ സംശയിച്ചു തുടങ്ങി. അവന്റെ സംശയങ്ങൾ വെറുതെയായിരുന്നില്ല. രൺവിജയുടെ ചേട്ടൻ ദീപക് ശക്തിവേലിനെ തീർക്കാൻ നോക്കി. അതിൽ നിന്ന് കഷ്ടിച്ചാണ് അവൻ രക്ഷപ്പെട്ടത്. ഈ സംഭവം കഴിഞ്ഞപ്പോൾ ശക്തിവേലിന് അമരനെ കൂടുതൽ സംശയമായി. അവൻ അമരനെ ചോദ്യം ചെയ്തപ്പോൾ അമരൻ ആകെ വിഷമത്തിലായി. പക്ഷേ ശക്തിവേലിന്റെ ഭാര്യ ജീവ പറഞ്ഞു, ആ സമയത്ത് അമരൻ തങ്ങളോടൊപ്പം ആയിരുന്നെന്നും മങ്കക്ക് ഗർഭം അലസിപ്പോയ വിഷമത്തിലായിരുന്നു തങ്ങളെന്നും. ഇതൊക്കെ പറയുമ്പോഴും മാണിക്യവും കൂട്ടാളികളും അൻബുരാജ്, കഹ്ലുവ, പത്രോസ് ശക്തിവേലിനെ അട്ടിമറിക്കാൻ നോക്കുകയായിരുന്നു. 1994 അമരന്റെ അച്ഛനെ കൊന്നത് ശക്തിവേലാണെന്ന് നുണ പറഞ്ഞ് അവർ അമരനെ തെറ്റിദ്ധരിപ്പിച്ചു. സമാധാനം തേടി ഒരു യാത്ര പോയ ശക്തിവേലിനെ അമരനും കൂട്ടരും ഒരു കൊക്കയിലേക്ക് തള്ളിയിട്ടു. അവൻ മരിച്ചുവെന്ന് കരുതി. പക്ഷേ ശക്തിവേൽ രക്ഷപ്പെട്ടു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഹിമാലയൻ സന്യാസിമാരുടെ അടുത്തുനിന്ന് ആയോധനകലകളൊക്കെ പഠിച്ച് പ്രതികാരം ചെയ്യാൻ തിരിച്ചെത്തി. തിരിച്ചുവന്നപ്പോൾ കണ്ടത് ഓർമ്മ നഷ്ടപ്പെട്ട് അവശയായ തന്റെ ഭാര്യ ജീവയെയാണ്. ഇതവനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ ശത്രുക്കളെ തീർക്കാൻ അവൻ ഉറച്ചു. ഓരോരുത്തരെയായി അവൻ ഇല്ലാതാക്കി. അൻബുരാജ് ഹെലികോപ്റ്റർ ബ്ലേഡിൽ തട്ടി. മാണിക്യം പാലത്തിൽ നിന്ന് വെടിയേറ്റു വീണു. പത്രോസ് ട്രെയിനിന്റെ മുന്നിൽപ്പെട്ടു. അമരനും കഹ്ലുവയും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കഹ്ലുവ ശക്തിവേലിന് കീഴടങ്ങി അവന്റെ ചാരനായി. പക്ഷേ അമരൻ ഇത് കണ്ടുപിടിച്ച് കഹ്ലുവയെയും കൊന്നു. പിന്നെ ശക്തിവേൽ തന്റെ കാമുകി ഇന്ദ്രാണിയെ ബന്ധപ്പെട്ടു. അപ്പോഴേക്കും ഇന്ദ്രാണി അമരന്റെ കൂടെയായിരുന്നു. അമരനെ കൊല്ലാൻ ദീപക് വെച്ച ബോംബിൽപ്പെട്ട് ഇന്ദ്രാണി മരിച്ചു. അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ശക്തിവേലിന് പരിക്കുപറ്റി. ഇൻസ്പെക്ടർ ജയറോയപ്പ അവനെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ അന്നയാണ് ശക്തിവേലിനെ ചികിത്സിച്ചത്. സത്യം പറഞ്ഞാൽ അന്ന അമരന്റെ സഹോദരി ചന്ദ്രയായിരുന്നു. ശക്തിവേൽ അമരനെ വിളിച്ച് പഴയ വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്കെത്തി. അവിടെ വെച്ച് അവർ തമ്മിൽ നേർക്കുനേർ ഒരു ഫൈറ്റ് നടന്നു. ഒടുവിൽ അമരന്റെ അച്ഛന്റെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ശക്തിവേൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി. അമരന് അവന്റെ തെറ്റ് മനസ്സിലായി. അപ്പോഴേക്കും ചന്ദ്രയും ജയ്ക്കൊപ്പം അവിടെയെത്തി. സഹോദരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ ദീപക് വീണ്ടും വില്ലനായി വന്ന് അമരന് നേരെ വെടിയുതിർത്തു. ശക്തിവേൽ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ആ വെടിയുണ്ട അമരന്റെ ജീവനെടുത്തു. ശക്തിവേൽ ദീപകിനെ തീർത്തെങ്കിലും അമരനെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല. സ്വന്തം മകനെപ്പോലെ കണ്ട അമരൻ മരിച്ചപ്പോൾ ശക്തിവേൽ ആകെ തകർന്നുപോയി. അമ്മയുടെ മരണം, സഹോദരന്റെ ചതി, ഇപ്പോൾ അമരനും അവന്റെ ജീവിതം മരണത്താൽ വേട്ടയാടപ്പെട്ടെന്നവനോർത്തു. വർഷങ്ങൾ കഴിഞ്ഞു. ശക്തിവേൽ ഗാങ്സ്റ്റർ ജീവിതം ഉപേക്ഷിച്ച് ഒരു കർഷകനായി മാറി. ഓർമ്മ നഷ്ടപ്പെട്ട ജീവയോടും മകൾ മങ്കയോടും അവരുടെ കൊച്ചുമകൻ ശക്തിവേലിനോടുമൊപ്പം അവനൊരു ഗ്രാമത്തിൽ സമാധാനത്തോടെ ജീവിച്ചു. സിനിമയുടെ അവസാനം ജീവ തന്റെ കൊച്ചുമകനെ ഡേയ് ശക്തിവേൽ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് കാണാം. പണ്ട് അവൾ യഥാർത്ഥ ശക്തിവേലിനെ വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. ഒരു ജീവിതം തീർന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ സൂചന.